ഏവർക്കും സ്നേഹവന്ദനം. വീണ്ടും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിൽ കൂടി നമ്മൾ ഒത്തുചേരുന്നു. നമുക്കതിലേക്ക് ലഭിച്ച വലിയ സന്ദർഭത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമുക്ക് കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, വീണ്ടും ഒരിക്കൽ കൂടി അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ചേർന്ന് വന്നിരിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചിരിക്കുന്ന ഈ കൊറോണ വൈറസ് എത്രയും വേഗം ഒഴിഞ്ഞുപോയി ഞങ്ങൾ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പഠിക്കുന്ന പാഠങ്ങളെല്ലാം ഞങ്ങൾക്കും ഞങ്ങളുടെ സമൂഹത്തിനും പ്രയോജനകരമായി തീരണമേ. കർത്താവെ, ഞങ്ങളുടെ ഇടവകയിൽ നിന്നും സ്ഥലം മാറി പത്തനാപുരം ഇടവകയിലേക്ക് പോകുന്ന ഞങ്ങളുടെ ഇടവകാരി ബഹുമാനപ്പെട്ട തോമസ് കോശി പനച്ചുമൂട്ടിൽ അച്ഛന് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പോകുന്നിടത്തെല്ലാം അവിടുത്തെ വേല ഊർജ്ജസ്വലതയോടെ ചെയ്യുവാൻ അവിടെ സഹായിക്കണമേ. ഞങ്ങളുടെ ഇടവകയിലേക്ക് പുതുതായിട്ട് സ്ഥലം മാറി വരുവാൻ പോകുന്ന അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കണമേ. ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹീതമാക്കണമേ. കഥാകളുടെ ഞങ്ങളുടെ കുടുംബങ്ങൾക്കും മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കണമേ. യേശുനാഥൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. എല്ലാവരും വീട്ടിൽ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്ന പാഠം 11ാമത്തെ പാഠമാണ്. പാഠത്തിന്റെ ഹെഡിങ് ഹോണസ്റ്റി അല്ലെങ്കിൽ ദാനത്തിൽ സത്യസന്ധത എന്നാണ്. ഈ പാഠത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ എയിം to know that we and whatever we have are God's gift, and God's gift should be employed according to God's will. അതിനെ മലയാളത്തിൽ പറഞ്ഞാൽ നാമും നമുക്കുള്ളവയെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നും നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവഹിതപ്രകാരം വിനിയോഗിക്കണമെന്നും ഗ്രഹിക്കുക. അടുത്തതായിട്ട് വാട്ട് ക്യാൻ ഐ ലേൺ ഫ്രം ലൈഫ്? അനുദിന ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ജോലി ലഭിച്ച ശേഷം ലഭിക്കുന്ന ആദ്യ ശമ്പളം നിങ്ങൾ എങ്ങനെ ചെലവഴിക്കും? രണ്ടാമതുള്ളത്, ഇടവകയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഒരു നല്ല തുക സംഭാവന നൽകുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേരും തുകയും പ്രസിദ്ധപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇല്ലെങ്കിൽ കൊണ്ട് നിങ്ങൾ സ്വന്തമായി
തന്നെ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണിത്. നിങ്ങൾ സ്വന്തമായി ആൻസർ കണ്ടുപിടിക്കുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ബൈബിൾ പാസേജ്, അതായത് വേദഭാഗത്തിലാണ്. ദ ഗിവൺ ബൈബിൾ പാസേജ്, നമുക്ക് തന്നിരിക്കുന്ന വേദഭാഗം ചാപ്റ്റർ ആക്ട്സ് 4 verses 32 to 37 and chapter 5 verses 1 to 16. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ, 5-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, how do you know that the believers of early church were people of one mind and one heart? അതിൽ പോകുന്നതിന് മുമ്പായി നമുക്ക് ഇന്നത്തെ വേദഭാഗത്തിന്റെ ഒരു വിവരണം നോക്കാം. ഈ വാക്യങ്ങളിൽ നാം കാണുന്നത് യേശുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം അനേകർ വിശ്വാസത്തിലേക്ക് വന്നു. അവർ ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. അവർ ഒന്നും തങ്ങളുടേതായി കരുതിയില്ല, സകലവും പൊതുവായി എണ്ണി. എല്ലാവരും കൃപ ലഭിച്ചവരും മുട്ടില്ലാത്തവരും ആയിരുന്നു. അവർ സ്വന്തമായ വീടുകൾ, സ്ഥലങ്ങൾ എന്നിവ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വച്ചു. അവർക്ക് ആവശ്യമായത് അപ്പോസ്തലന്മാർ വീതിച്ച് കൊടുത്തു. ബർന്നബാസ് തനിക്കുള്ള നിലം വിറ്റ പണം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അനന്യാസ് സഫീറ എന്ന പേരുള്ള ദമ്പതികൾ തങ്ങളുടെ ഒരു സ്ഥലം വിറ്റ് അതിന്റെ ഒരു ഭാഗം ഒളിച്ചു വെച്ചിട്ട് ഒരംശം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ഇത് മനസ്സിലാക്കിയ പത്രോസ് അനന്യാസിനെ ശാസിക്കുകയും പരിശുദ്ധാത്മാവിനെ കബളിപ്പിച്ച അനന്യാസ് അവിടെ വീണ് മരിക്കുകയും ചെയ്തു. സഫീറയ്ക്കും ഇതേ രീതിയിൽ മരണം ഉണ്ടായി. ഇത് കണ്ട സർവ്വസഭയ്ക്കും മഹാഭയം ഉണ്ടായി. അനന്തരം പല അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അപ്പോസ്തലന്മാർ മുന്നോട്ട് പോയി. ഇതിനെ സംബന്ധിച്ച ക്വസ്റ്റ്യൻസ്, അക്വിഡൻസ് വിത്ത് പാസേജ്, അതായത് വേദപരിചയം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡു യു നോ ദാറ്റ് ദ ബിലീവേഴ്സ് ഓഫ് ദ ഏർലി ചർച്ച് വെയർ പീപ്പിൾ ഓഫ് വൺ മൈൻഡ് ആൻഡ് വൺ ഹാർട്ട്? അതിന്റെ ഉത്തരം, all the believers were one in heart and mind. No one claimed that any of their possession was their own, but they shared everything they had. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, what did people who owned houses and fields do? അതിന്റെ ഉത്തരം, those who had land and houses sold them, brought the money from the sales and put it at the apostles' feet. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, what did Ananias do with the money he got by selling his fields? Ananias sold a piece of property with his wife's full knowledge. He kept back part of the money for himself, but brought the rest and put it at the apostles' feet. നാലാമത്തെ ക്വസ്റ്റ്യൻ, how did Peter react to Ananias? Peter told Ananias, how is that Satan has so filled your heart that you have lied to the Holy Spirit and kept for yourself some of the money you received for the land? The fifth question, what happened to Ananias? When Ananias heard the words of Peter, he fell down and died. ആറാമത്തെ question, what was the response of Ananias' wife? Yes, she said, that is the price. അടുത്ത ഏഴാമത്തെ question, did Ananias and Sapphira act honestly? No, they did not act honestly. എട്ടാമത്തെ question, everyone who had this great fear, why? Answer, the news about God's punishment of death that he gave to Ananias and Sapphira for not being honest made of
made a great fear within the heart of others. അടുത്ത ആക്ടിവിറ്റീസ് ആണ്. Read Leviticus chapter 27 verses 30. Why are we asked to give the tithe? Answer: because it is the Lord's and it is holy to the Lord. Second question. Read Hebrews chapter 7 verses 1 to 8. Substantiate the view that God blesses those who give tithe. Answer: it is an example that Abraham's descendants like the sand of the seashore, which was God's blessing for Abraham. Then the third question is, read Matthew chapter 6 verses 1 to 4. What should be our attitude when we give alms? The first one is, we must do not anything for the appreciation of others. The second one, if we want to do something, we must do it secretly. The third one is, it is not worldly reward that we should seek, but we should seek for the divine rewards of God. The next question is, should we give it publicly? Should we expect reward when we give gifts? The answer is no. The next question is, how are we to give gifts? What does God want to us? The answer is, we must do it secretly. The left hand should not know what the right hand does. The next question is, what is the reward you to get when you give gifts according to God's will? The answer is, our Heavenly Father gives us rewards. Then my decision. Tithing is holy to the Lord. It is important that we give a handsome portion of our money, time, or our resources for the glory of God. Enable the students to take a decision and make them write it in the space provided. Then the memory verse are 2 Corinthians chapter 8 verses 12. For if willingness is there, the gift is acceptable according to what one has, not according to what one does not have. Then we go through the second week. Review questions. The first question, how do we know that the gathering of believers was one mind and one heart? The answer is, all the believers were one in heart and mind. No one claimed that any of their possessions was their own, but they shared everything they had. The second question, how did they consider what they had? No one claimed that any of their possession was their own. The third question is, what was the decision taken together by Ananias and his wife? Ananias, with his wife's full knowledge, he kept back part of the money himself. The fourth question, were they honest in giving? No, they were not honest in giving. The fifth question, what happened to these couples? They both fell at the feet of the apostles and died. Then the activities. Can you think of God's blessing and write a few of them in the space provided? അത് നിങ്ങൾ തന്നെയാണ് എഴുതേണ്ടത്. Write the order of priority these blessings you are willing to give away as gifts. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് എഴുതേണ്ട ആൻസറാണ്. Second question, our knowledge, wealth, organs of the body, etc. are God's gifts.
When we share these with others in need, how does it become a means of blessing? Discuss. The answer is our knowledge and enlightenment. We must share our knowledge and enlightenment with others. We must also bring others who are very far away from the light of life. The second, wealth. Children who are unable to study due to economic barriers must be helped by us. Next one is, we and our family members must voluntarily donate our organs. Then, the next question, are you willing to donate the organs of your body? If so, what organs? The answer is eyes, skin, marrow, kidney, heart, liver, etc. can be donated. The next one is, how can you spend your time for humanitarian activities and missionary work? Encourage children to either spend a part of their lives for voluntary work in orphanages, destitute homes, etc., or spend a part of their income for such activities. Ask if anyone is willing to do full-time missionary work for the Lord. Others can do missionary work even when being in a different profession. For example, missionary doctor, missionary teacher, missionary lawyer, etc. My decision. Enable the children to take a decision to donate, give themselves and work for the Lord. Take down the name of all who are willing to fulfill time missionary work for God and pray for them personally. Then the second week, memory verse. Ephesians chapter 4 verses 25. Therefore, each of you must pay off falsehood and speak truthfully to your neighbor. For we are all members of one body. അങ്ങനെ നമ്മുടെ 11ാമത്തെ പാഠത്തിൻ്റെ 2 ആഴ്ചയും കടന്നു പോയിരിക്കുകയാണ്. നിങ്ങൾ നല്ലവണ്ണം പഠിക്കുക, വാക്യങ്ങളെല്ലാം റെക്കോർഡ് അയക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ബൈ.